അങ്ങനെ നമ്മുടെ പതിവ് പണി തുടങ്ങി കേട്ടോ. അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ട് അത് തിളച്ചപ്പോൾ അതിൽ ഇറക്കി വയ്ക്കുന്നുണ്ട്. അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇതിന്ന് മുരിങ്ങക്കായാണ്. ഇതെനിക്ക് ഗിരിജ ചേച്ചി കൊണ്ടുത്തന്ന മുരിങ്ങക്കായാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇഡ്ലിച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പിലൊന്ന് ഓടിപ്പോയിട്ട് കുറച്ച് ഡ്രസ്സൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായൻ്റെ മെയിൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കുഞ്ഞാരുണ്ട് അതിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വേറെ ടൈപ്പ് റെസിപ്പിയാണ്, ഇതൊരു വേറെ ടൈപ്പ് റെസിപ്പിയാണ്. അപ്പോൾ രണ്ടും കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ആക്കണം. അപ്പോൾ മുരിങ്ങക്കായ ഇതുപോലെ ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ഫ്ലഷ് ഇതുപോലെ എടുക്കുക. ഇത് ഞാൻ വെക്കുന്നത് കുറച്ച് തേങ്ങയും നല്ല ജീരകവും ചെറിയുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ആ മുരിങ്ങക്കായും രണ്ടും കൂടെ അടുപ്പത്തേക്ക് വെച്ച് അതിൽ ലേശം തൈര് ഒഴിച്ചിറക്കിയാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ രണ്ട് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ടൊന്ന് കമൻറ്റ് അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മുരിങ്ങക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.